ഹായ് ഗൈസ്. സോ നിങ്ങളുടെ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ആൻഡ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ക്ലാസ്സാണ്. ഈ ഒരു വീഡിയോയിൽ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബേസിക് കോഴ്സ് തുടങ്ങിയത് അറിയാമല്ലോ, SMCക്ക് ഒരു ബ്രിഡ്ജായിട്ടാണ്. സോ ആ ഒരു ബേസിക് കോഴ്സിലെടുത്ത അത്രയും ഒരു ബേസിക്കായിട്ട് പോകത്തില്ല ഞാൻ, ബട്ട് സ്റ്റിൽ ബേസിക് കാര്യങ്ങളെല്ലാം ഞാൻ കവർ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ഒരു ക്യാൻഡിൽസ്റ്റിക് ചാർട്ട്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ക്യാൻഡിൽസ്റ്റിക് ചാർട്ട്സിനെ റിയൽ പ്രൈസ് ആക്ഷൻ വേയിൽ കൂടെ അനലൈസ് ചെയ്യേണ്ടതെന്നും ദെൻ ഈ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് എന്താണെന്നും അതിലൊക്കെ ഏത് പാറ്റേണാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, ഡിപ്പെൻസ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്യാൻഡിൽസ്റ്റിക് എന്താണെന്ന് പഠിക്കാം. നൗ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മാർക്കറ്റിൽ മെയിനായിട്ട് നമുക്ക് ഉള്ളൊരു ചാർട്ട് ടൈപ്പാണ് ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് ടൈപ്പ്. മറ്റ് പല ചാർട്ട് ടൈപ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹെയ്ക്കി നൈഷി, അല്ലെന്നുണ്ടെങ്കിൽ ബാറുകൾ, ബേസ് ലൈൻസ്, പിന്നെ കാക്കി, റെങ്കോ, അങ്ങനെ ഒരുപാടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ട്രഡീഷണൽ ജാപ്പനീസ് ക്യാൻഡിൽസ്റ്റിക്സ് കൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്താണ്, കുറച്ചുകൂടി ഡേറ്റ അതിൽ നിന്ന് ഗ്രാബ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ക്യാൻഡിൽസ്റ്റിക്സ് ടൈപ്സ് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ റെങ്കോ നോക്കുകയാണെങ്കിൽ കുറേ കൂടി റിഫൈൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹൈക്കിനാഷിയെക്കാട്ടിലും, ഹൈക്കിനാഷി എന്ന് പറഞ്ഞിട്ടൊരു ക്യാൻഡിൽസ്റ്റിക് ടൈപ്പാണ്, ഹൈക്കിനാഷിയെക്കാട്ടിലും റിഫൈൻഡ് ആയിട്ടുള്ള സിഗ്നൽസാണ് നമുക്ക് റെങ്കോയിൽ കൂടെ കിട്ടുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് ക്യാൻഡിൽസ്റ്റിക്കിൽ കിട്ടുന്ന അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡേറ്റ ഗ്രാബ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല അതിൽ നിന്ന്. ഒരു ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് കാണുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥമെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ട്രേഡർ എന്ന നിലയിൽ നമ്മളവിടെ ഫെയിൽ ആവുകയാണ്. അതുപോലെ SMC ട്രേഡേഴ്സ് ആയാലും നമുക്ക് ബേസിക് ക്യാൻഡിൽസ്റ്റിക് അറിയാതെ നമ്മളെ ട്രേഡിങ് നടക്കത്തില്ല. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത് പോലെ മാർക്കറ്റിൽ മെയിനായിട്ടുള്ള മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബുൾസ്, സെക്കൻഡ് ഓഫ് ഓൾ ബയേഴ്സ്. ഇവർ രണ്ടുമാണ് മെയിൻ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. നമ്മൾ മാർക്കറ്റ് സെക്ടറിലും പഠിച്ചായിരുന്നു അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വേസ് ട്രെൻഡ്. അതിൽ അപ് ട്രെൻഡ് ബയേഴ്സ്, ഡൗൺ ട്രെൻഡ് സെല്ലേഴ്സ്, പിന്നെ സൈഡ് വേസ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നോ ബയേഴ്സ് അല്ലെങ്കിൽ നോ സെല്ലേഴ്സ്, രണ്ടുപേർക്കും ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ നമ്മൾ ക്യാൻഡിൽസ്റ്റിക്കിൽ ഞാൻ മെയിനായിട്ട് പറയുന്നതാണ് ബുള്ളിഷ്, ബെയറിഷ്, അല്ലെങ്കിൽ ബയേഴ്സ്, സെല്ലേഴ്സ്. ബുള്ളിഷ് ക്യാൻഡിൽ, ബെയറിഷ് ക്യാൻഡിൽ, ഇങ്ങനെ രണ്ട് ടൈപ്പാണ് മെയിൻലി ഉള്ളത്. ഇത് കഴിഞ്ഞ് ന്യൂട്രൽ ക്യാൻഡിലും ഉണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ പഠിക്കാം. പാറ്റേൺസിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പേ സൈക്കോളജി ആയിരിക്കും ഞാൻ ഫസ്റ്റ് കവർ ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങൾ പാറ്റേൺ പഠിച്ചില്ലെങ്കിലും സൈക്കോളജി പഠിച്ചാൽ മതി. പാറ്റേൺസ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി, ബട്ട് പാറ്റേൺസ് അറിഞ്ഞിരിക്കണം. അതുപോലെ ചില പാറ്റേൺസ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാനും പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ബുള്ളിഷ് ക്യാൻഡിലേക്ക് കടക്കാം. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിംഗ് വീൽ ഡിഫോൾട്ടായിട്ട് കാണുന്ന ഗ്രീൻ ക്യാൻഡിൽസിനെയാണ് ബുള്ളിഷ് ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. കളർ പ്രിഫറബിൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. ഓക്കെ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതൊരു ക്യാൻഡിലായാലും ഒരു ക്യാൻഡിലിൻ്റെ മെയിനായിട്ട് കുറച്ച് പാർട്സ് ഉണ്ട്. ഒന്ന് ഓപ്പണിംഗ് പ്രൈസ്, രണ്ട് ക്ലോസിംഗ് പ്രൈസ്, മൂന്ന് അതിൻ്റെ ബോഡി, നാല് അതിൻ്റെ വിക്ക്. ഇത്രയും പാർട്സാണ് ഒരു ക്യാൻഡിൽ സ്റ്റിക്കിനുള്ളത്, ഒരു ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക്കിനുള്ളത്. ഓക്കെ, നൗ നമുക്ക് ഈ ഒരു ഡേറ്റ വെച്ചിട്ട് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ബുള്ളിഷ്, ഒന്ന് ബെയറിഷ് ഓബ്വിയസ്ലി. നൗ ഇതിലെ ബുള്ളിഷ് ക്യാൻഡിൽസ് എന്താണെന്ന് പഠിക്കാം. ബുള്ളിഷ് ക്യാൻഡിൽസ് എന്ന് പറയുന്നത് ബയേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബയേഴ്സിൻ്റെ ബൈയിങ് പവർ കൊണ്ടുണ്ടാകുന്ന ക്യാൻഡിൽ സ്റ്റിക്കാണ്. അതുപോലെ ഒരു ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സിൻ്റെ ആക്ടിവിറ്റി കൊണ്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ സെല്ലിങ് കൊണ്ടുണ്ടാകുന്ന ഒരു ക്യാൻഡിൽ സ്റ്റിക്കാണ്. ഇനി നമുക്ക് ലൈവ് മാർക്കറ്റിലെ കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, സോ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കളറാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ബുള്ളിഷ് ക്യാൻഡിലിന് വൈറ്റ് കളറും അതുപോലെ ബെയറിഷ് ക്യാൻഡിലിന് ബ്ലാക്ക് കളറുമാണ് എടുത്തേക്കുന്നത്. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബയേഴ്സ് അതിൻ്റെ ആക്ടിവിറ്റി കാണിക്കുന്ന ക്യാൻഡിലാണ്. അപ്പോൾ ഇത് നോക്കിയേ, ഇവിടെ പ്രൈസ് ഒരു ബൈയിങ് ആക്ടിവിറ്റിയാണ് കാണിച്ചേക്കുന്നത്, ഇവിടെ പ്രൈസ് തിരിച്ച് താഴോട്ടുന്ന സെല്ലിങ് ആക്ടിവിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഒരു ഉള്ളടക്കം എന്താണെന്ന് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്, ഏതൊരു ക്യാൻഡിലിന് ഫോം ആകണമെങ്കിൽ അത് എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ട് അവിടെ ബൈയിങ് നടന്നിട്ടല്ലേ അത് ക്ലോസ് ആവുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ നടക്കുന്ന ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഒരു ബുള്ളിഷ് ക്യാൻഡിലിലെ ബോട്ടത്തിലായിരിക്കും ഓപ്പൺ പ്രൈസ്, അതുപോലെ മുകളിലായിരിക്കും ക്ലോസിംഗ് പ്രൈസ്. ഇവിടെ ഡയഗ്രാമിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. താഴെ ഒരു ക്യാൻഡിലിൻ്റെ താഴത്തെ ഈ ഒരു പോർഷനാണ് ഓപ്പണിംഗ് പ്രൈസ്, ഈ ഒരു പോർഷനാണ് ക്ലോസിംഗ് പ്രൈസ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരും, തൊട്ട് താഴെ ഒരു വിക്കില്ലേ, അവിടെ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആകാത്തതെന്ന്. അവിടെയാണ് ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, അത് വിക്കാണ്. അതിൻ്റെ റീസണും പറഞ്ഞുതരാം. ഒരു ക്യാൻഡിൽ ഓപ്പൺ ആകുന്നു, ഓപ്പൺ ആയതിന് ഇപ്പോൾ ഇവിടെയാണ് ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് താഴോട്ട് വരുന്നു. താഴോട്ട് വന്നിട്ട് തിരിച്ച് ഈ ഒരു ഭാഗത്തു നിന്ന് ബയേഴ്സ് തിരിച്ച് കയറുവാണ്.
പിന്നെ ആ ഒരു ഓപ്പൺ ചെയ്ത പ്രൈസിലെത്തുന്നു, അത് കഴിഞ്ഞ് പമ്പ് ചെയ്യുന്നു, അതൊരു സ്പെസിഫിക് റീജിയനിൽ എത്തുന്നു, പിന്നെ പമ്പ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് സെല്ലേഴ്സ് എൻ്റർ ചെയ്യുന്നു, അത് കഴിഞ്ഞ് ബയേഴ്സ് ഒരു സ്പെസിഫിക് റീജിയനിൽ ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു ക്യാൻഡിൽസ്റ്റിക്ക് ഫോം ആകുന്നത്. ഒരു ജാപ്പനീസ് ക്യാൻഡിൽസ്റ്റിക്ക് ഫോം ആകുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിക്ക് ഓപ്പൺ ആയിട്ട് എടുക്കത്തില്ല, പകരം ലോവസ്റ്റ് പാർട്ട് ഓഫ് ഈ ഒരു ബോഡി, ദ ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി ഈസ് കൺസിഡേർഡ് ആസ് ദ ഓപ്പണിംഗ് പ്രൈസ് ഇൻ എ ബുള്ളിഷ് ക്യാൻഡിൽ. ഒരു ബുള്ളിഷ് ക്യാൻഡിലിൽ ഏറ്റവും താഴെ വരുന്ന വിക്കിന് മുകളിലുള്ള ഈ ഒരു പോർഷൻ ആയിരിക്കും ഓപ്പണിംഗ് പ്രൈസ്. അത് കഴിഞ്ഞിട്ട് വിക്കിന് താഴെയുള്ള ഈ ഒരു ലെവലായിരിക്കും ക്ലോസിംഗ് പ്രൈസ്. ഇനി വിക്കില്ലെങ്കിലോ ഓബ്വിയസ്ലി ഈ ഒരു ബോഡി ആയിരിക്കും ക്ലോസിംഗ് പ്രൈസ്. ഇനി വിക്ക് മാത്രമേ ഉള്ളെങ്കിലോ അതും പറഞ്ഞുതരാം. ഓക്കെ, സോ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൽ ഞാനിപ്പോൾ ലൈവ് മാർക്കറ്റിലെടുത്ത് കാണിച്ചു തരാം. ഒരു 1 day ടൈം ഫ്രെയിം എടുത്തിട്ട് നമുക്ക് ഒന്ന് സ്ക്രീൻ റിഫ്രഷ് ചെയ്തിട്ട് ഈ റീപ്ലേ ബട്ടൺ യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, അല്ലെങ്കിൽ തൊട്ടിപ്പുറത്ത് വരുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്യാൻഡിലുണ്ട്, കാണിച്ചു തരാം. ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടോ. എൻ്റെ അടുത്ത് ഒരാളെ ചോദിക്കുകയാണ്, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എവിടെയാണ് ഓപ്പൺ ആയത്? ഞാൻ ഓബ്വിയസ്ലി പറയും, ഇവിടെയാണ് ബുള്ളിഷ് ക്യാൻഡിൽ ഓപ്പൺ ആയത്. എവിടെയാണ് ക്ലോസ് ആയത്? ഇവിടെയാണ് ക്ലോസ് ആയത്. ഇനി എങ്ങനെയാണ് ഈ ക്യാൻഡിൽ ഫോം ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ തിങ്ക് ആ ഒരു ടൈം വെയിറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. കറക്റ്റ് അത് കാണിച്ചില്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നിന്ന് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ആകുന്നു. ഞാൻ മറ്റേ ടൂളെടുത്ത് കാണിച്ചില്ല. ഓക്കെ, ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ആകുന്നു. ഓപ്പൺ ആയതിനു ശേഷം ഓപ്പണായി അപ്പം തന്നെ സെല്ലേഴ്സ് ഈ ഒരു ക്യാൻഡിലിനെ പുഷ് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ബെയറിഷ് ക്യാൻഡിലാണ് ഇപ്പോൾ. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിനെ ബയേഴ്സ് പുഷപ്പ് ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് എവിടെയാണോ അവിടെ നിന്ന് പുഷപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സ്പെസിഫിക് ലെവൽ എത്തുമ്പോൾ ബയേഴ്സ് പിന്നെ പുഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവിടെ എത്തുമ്പോൾ ഒരു സ്പെസിഫിക് ലെവൽ എത്തുമ്പോൾ സെല്ലേഴ്സ് എൻ്റർ ചെയ്യും. അപ്പോൾ സെല്ലേഴ്സ് ഇതിനെ താഴോട്ട് കൊണ്ടുവരും. എന്നിട്ട് ബയേഴ്സ് ആ ഒരു ലെവലിൽ ക്ലോസ് ചെയ്യും. ഇപ്പോൾ 1 minute ക്യാൻഡിലാണെങ്കിൽ 1 minute കൊണ്ട് ക്ലോസ് ചെയ്യും. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവുന്നത്. ഇനി ഒരു 1 second ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ ലൈവ് മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. പറഞ്ഞുതരാം. 1 second ടൈം ഫ്രെയിം കുറച്ചുകൂടി നോയ്സ് ചെയ്യാൻ നമുക്ക് 15 സെക്കൻഡിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ തൊട്ട് തുടങ്ങാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു നമ്പർ കാണിക്കുന്നുണ്ടോ? 0.054321 നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് ഓപ്പൺ ആയി ഇപ്പോൾ താഴോട്ട് പോവുകയാണ്. ഇതൊരു ബെയറിഷ് ക്യാൻഡിലാണ്. ഒരു എക്സാമ്പിൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നില്ല, ബട്ട്സിൽ കേൾക്കുക. കണ്ടോ, ബെയറിഷ് ക്യാൻഡിൽ ഓപ്പൺ ആയി താഴോട്ട് വന്നു, അവിടെ നിന്ന് തിരിച്ച് പമ്പായി. കണ്ടോ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയ കണ്ടോ, വിക്ക് കണ്ടോ, ഈ ഒരു ഏരിയയിൽ വിക്ക് കണ്ടോ. ഇങ്ങനെയാണ് ഒരു വിക്ക് ഫോം ആവുന്നത്. ഓക്കെ, സോ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു തന്നുള്ളത്. നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായെന്ന് എനിക്കറിയാം. വേറൊന്നുമല്ല, ഫസ്റ്റ് ഒരു ക്യാൻഡിൽ ഓപ്പൺ ആവുന്നു. ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് താഴോട്ട് വരുന്നു. അപ്പോൾ ഇതൊരു ബെയറിഷ് ക്യാൻഡിലാണ്. അത് കഴിഞ്ഞിട്ട് ഓബിയസ്ലി ബയേഴ്സ് പുഷ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയിൽ സെല്ലേഴ്സിന് പവർ നഷ്ടപ്പെടുന്നു. അങ്ങനെയാണ് ഒരു വിക്ക് ക്രിയേറ്റ് ആവുന്നത്. അങ്ങനെയാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ആവുന്നത്. ഇനി ടോക്കിംഗ് അബൌട്ട് ബെയറിഷ് ക്യാൻഡിൽസ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവിടെ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ ബൈയിങ് ക്യാൻഡിലിൻ്റെ വിക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന്. ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് വരുമ്പോൾ ഒരു ബെയറിഷ് ക്യാൻഡിലാവും. അത് കഴിഞ്ഞ് തിരിച്ച് മുകളിലോട്ട് കയറുമ്പോഴില്ല അത് ബുള്ളിഷ് ആവും എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ബെയറിഷ് ക്യാൻഡിൽ അങ്ങനെയാണ്. ഓപ്പൺ ചെയ്യുന്നത് ക്യാൻഡിലിൻ്റെ ഏറ്റവും മുകളിലത്തെ പോർഷനിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ക്ലോസിംഗ് പ്രൈസോ ഏറ്റവും താഴത്തെ വിക്കിന് മുകളിലുള്ള പ്രൈസ്. ഇതെങ്ങനെയാണ് ഒരു സൈക്കോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് നിന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ബയേഴ്സ് ആദ്യം പുഷപ്പ് ചെയ്യുന്നു. ഉടനെ സെല്ലേഴ്സ് എൻ്റർ ചെയ്യുന്നു. മാർക്കറ്റിനെ നല്ല രീതിക്ക് താഴോട്ട് അമർത്തി കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് സ്പെസിഫിക് പോയിന്റ് വരെ മാർക്കറ്റ് ഡൗൺ ആയി. ഉടനെ ബയേഴ്സ് കയറി സെല്ലേഴ്സിൻ്റെ ഒരു സ്പെസിഫിക് ഏരിയയിൽ ക്ലോസ് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയാണ് ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ആകുന്നത്. അവിടെ നമുക്ക് ലൈവ് എക്സാമ്പിൾ 15 സെക്കൻഡ് ടൈം ഫ്രെയിം ഇപ്പോൾ നോക്കാം. ഇപ്പോൾ ഒരു ഓപ്പൺ ആയതാ, മാർക്കറ്റ് താഴോട്ട് വന്നുകൊണ്ടോ, കണ്ടോ, മേഖലയിലെ ചെറിയൊരു വിക്ക് ബയേഴ്സ് തിരിച്ച് കയറി ഒരു വിക്ക് കണ്ടു, കണ്ടോ, ആ ബെയറിഷ് ക്യാൻഡിൽ ക്ലോസ് ആയി, തീർന്നു. ഉണ്ടോ, ആ ബെയറിഷ് ക്യാൻഡിൽ അവിടെ ക്ലോസ് ആയി. സോ തുടങ്ങി ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കയറി, അത് കഴിഞ്ഞ് സെല്ലേഴ്സ് നല്ല രീതിക്ക് പുഷ് ഡൗൺ ചെയ്തു. പിന്നെ ബയേഴ്സ് തിരിച്ചൊന്ന് പുഷപ്പ് ചെയ്തപ്പോൾ ഇവിടെ വിക്ക് ക്രിയേറ്റ് ആയി. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ക്യാൻഡിൽ ഇവിടെ നിന്ന് ഓപ്പൺ ആയി, ജസ്റ്റ് അവിടെ മേലെ പോയി, ഇത്രയും പമ്പായി മാർക്കറ്റ്. ഇവിടെ നിന്നാണ് ഓപ്പൺ ആയത്, നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ മാർക്കറ്റ് പമ്പാവുകയാണ്. 7, 6, 5, ഇതൊരു
ഓക്കെ, ബുള്ളിഷ് ക്യാൻഡിലാണ്. അത് കഴിഞ്ഞാൽ സെല്ലേഴ്സ് ഇത്രയും പുഷ് ഡൗൺ ചെയ്തു. കണ്ടോ ഓപ്പണായി മുകളിലോട്ട് പോയി, സെല്ലേഴ്സ് ഇത്രയും പുഷ് ഡൗൺ ചെയ്ത ആ ഒരു ഏരിയയാണ് വിക്ക്. ഓക്കെ, അടുത്ത ബുള്ളിഷ് ക്യാൻഡിൽ ഓപ്പണായി 5 4 3 2 1. ഇത് കണ്ടോ ആ ഒരു വിക്ക് ഫോം ആയതുണ്ടോ. ഇനി ഒരു ബെയറിഷ് ക്യാൻഡിൽ ഇവിടെയല്ലേ ഓപ്പണായ ഉടനെ ചെറുതായിട്ടൊന്ന് പമ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഇതാ അടക്കുന്നു, ഇതാ ഡംപ് ആവുകയാണ് മാർക്കറ്റ്. ഉടനെ ബയേഴ്സ് എൻ്റർ ചെയ്തു, ഇവിടെ വിക്ക് ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് നോക്കാം 5 4 3 2 1 0. കണ്ടോ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ആയത് കണ്ടോ. ഇനി ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്, ഞാൻ എൻ്റെ ക്രോസ് ഹെയർ വെച്ചേക്കുന്നുണ്ടോ. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഒന്ന് പമ്പായി, പിന്നെ ഒരു വിക്ക് ക്രിയേറ്റ് ആയി, പിന്നെ മാർക്കറ്റ് പമ്പാവുകയാണ്. ഇതാ കണ്ടോ നമ്മൾ ഓപ്പണിംഗ് പ്രൈസിൽ നിന്ന് പമ്പായതുണ്ടോ ബുള്ളിഷ് ക്യാൻഡിൽ. അപ്പോൾ ക്ലോസിംഗ് പ്രൈസ് ഇവിടെ, ഓപ്പണിംഗ് പ്രൈസ് ഇവിടെ. കണ്ടോ അടുത്ത ഇവിടെയാണ് ഓപ്പണിംഗ് പ്രൈസ്. ഞാൻ ഇവിടെ കഴ്സർ വയ്ക്കുവാണ്. അത് പോയി കേട്ടോ, വെരി ബിറ്റ്. 3 2 1 0. അതാ ഇവിടെയാണ് ഓപ്പൺ ആയത്, ജസ്റ്റ് ഒന്ന് പമ്പായി. ഇതാ ഒന്നും കൂടി നല്ല രീതിക്ക് പമ്പായി. അപ്പോൾ ഓപ്പണിംഗ് പ്രൈസ് ഇവിടെയായിരുന്നു. ഇനി ക്ലോസിംഗ് എവിടെയാണെന്ന് നോക്കാം നമുക്ക്. ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ ക്ലോസിംഗ് മുകളിലായിരിക്കും, ബെയറിഷ് ക്യാൻഡിലാണെങ്കിൽ ക്ലോസിംഗ് താഴെയായിരിക്കും. ഓക്കെ, ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു, അപ്പോൾ ക്ലോസിംഗ് ഇവിടെയായിരുന്നു. ഇത് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ് നമ്മുടെ എതീറിയം. ഇതാ ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് വന്ന് ബെയറിഷ് ക്യാൻഡിലായിരുന്നു. അത് കഴിഞ്ഞ് മുകളിലോട്ട് പോയപ്പോൾ ഒബിയസ്ലി വിക്ക് ക്രിയേറ്റ് ചെയ്ത താഴോ. ഓക്കെ, 3 ഇതാ ഒരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്യാൻ പോകുന്നത് കണ്ടോ. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയത് കണ്ടോ. വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു. ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് താഴെയായിരിക്കും, ദെൻ ക്ലോസിംഗ് പ്രൈസ് മുകളിലായിരിക്കും. ഒരു ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് മുകളിലായിരിക്കും, ക്ലോസിംഗ് പ്രൈസ് താഴെയായിരിക്കും. ഇനി വിക്ക് എന്താണെന്ന് പഠിച്ചു. വിക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ് നടക്കുന്നു, അതിന് ശേഷം അവിടെ ക്ലോസ് ചെയ്യുന്നതിനാണ് വിക്ക് എന്ന് പറയുന്നത്. ഒരു ബുള്ളിഷ് ക്യാൻഡിലിൽ സെല്ലേഴ്സ് താഴോട്ട് വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് കയറുമ്പോഴാണ് നമ്മൾ അവിടെ വിക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അവിടെ നിന്ന് സെല്ലേഴ്സ് ഒന്നും കൂടി പുഷ് ഡൗൺ ചെയ്യുന്നതിന് നമ്മൾ അടുത്ത വിക്ക്, മുകളിലത്തെ വിക്ക്. ഇതിന് നമ്മൾ അപ്പർ വിക്കെന്നും ലോവർ വിക്കെന്നുമാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് ബോഡിയാണ്. ഓബിയസ്ലി നമ്മളെ വിക്ക് കഴിഞ്ഞിട്ടുള്ള ഈ നടുക്കത്തെ ഈ ഒരു പോർഷൻ, അല്ലെങ്കിൽ ആ ഒരു പോർഷനാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത്. നടുക്കത്തല്ല, ചിലപ്പോഴൊക്കെ അത് മുകളിലോട്ടും താഴോട്ടൊക്കെ വരും. ഓക്കെ, അതൊക്കെ അതിൻ്റെ ഇത്. ഇതിനാണ് നമ്മൾ ഒരു ടോട്ടൽ കാൻഡിൽസ്റ്റിക്കിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. ഒരു ബോഡി, ക്ലോസിംഗ് പ്രൈസ്, ഓപ്പൺ പ്രൈസ്, അതുപോലെ വിക്ക്. ഓക്കെ, നൗ 15 സെക്കൻഡ് ടൈം ഫ്രെയിമിലാണ് ഞാൻ ഇത്ര എക്സാമ്പിൾസ് കാണിച്ചു തന്നെ. ഇവിടെ തന്നെ നമുക്ക് എക്സാമ്പിൾസ് എടുക്കാം. ഓക്കെ, 15 സെക്കൻഡിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു ക്യാൻഡിൽ ഫ്രഷ് ആയിട്ട് ഓപ്പൺ ആയതേ ഉള്ളൂ. ഓപ്പൺ ആയിട്ട് താഴോട്ടാണ് പോയത്. ക്യാൻഡിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയൊരു വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ട് വന്നുണ്ടോ. അപ്പോൾ ഇതാണ് ഓപ്പണിംഗ് പ്രൈസ്. ഇനി ക്ലോസിംഗ് എവിടെയാണെന്ന് നോക്കാം. 3 2 1 0. ഇതാണ്ടോ ക്ലോസിംഗ് പ്രൈസ് ഇവിടെയാണ്. അടുത്ത ക്യാൻഡിൽ ഇവിടെ നിന്ന് ഓപ്പണായി. അത് കഴിഞ്ഞിപ്പോൾ ക്ലോസിംഗ് പ്രൈസ് എവിടെയാണെന്ന് നോക്കാം. ഇനി 10 സെക്കൻഡ് കൂടെ ഉണ്ട്. ഓക്കെ, കണ്ടോ ഒരു ബെയറിഷ് ക്യാൻഡിലായതുണ്ടോ. 2 1 0. ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു, ഓപ്പൺ ചെയ്ത് ഇവിടെ, ക്ലോസ് ചെയ്ത് ഇവിടെ. അടുത്ത ക്യാൻഡിൽ നോക്കാം, ഓപ്പൺ ചെയ്ത് ഇവിടെയാണ്, ഇനി ക്ലോസ് ചെയ്യുന്നത് എവിടെയെന്ന് നോക്കാം. താഴോട്ട് പോയി, പിന്നെ തിരിച്ച് കയറിയപ്പോൾ അത് വിക്ക് ആയത് കണ്ടോ. 3 2 1 0. ഉണ്ടോ ഓപ്പൺ ചെയ്തത് ഇവിടെ, ഇനി ക്ലോസ് ചെയ്യുന്നത് എവിടെയെന്ന് നോക്കാം. വളരെ ബോറിംഗ് ആണ് അറിയാം, പക്ഷേ സ്റ്റിൽ നിങ്ങളത് അറിഞ്ഞു വെക്കണം. ബേസിക് കോഴ്സ് എടുത്തവർക്ക് ഇതിൽ ഒരു ഡൗട്ടും കാണത്തില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ SMC മാത്രമായിട്ട് എടുത്തവരാണെങ്കിൽ ആ ഒരു ഡൗട്ട് വരെയുള്ള ചാൻസ് ഉണ്ട്. ഓബിയസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് അറിയാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ എനിവേസ് അത്രയുള്ളായിരുന്നു നമ്മളുടെ ഫസ്റ്റത്തെ ഒരു കാര്യം. ഐ മീൻ ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ സൈക്കോളജി, വളരെ ബേസിക് ആയിട്ടുള്ള സൈക്കോളജി. ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൈക്കോളജി ഉണ്ട്, പറഞ്ഞുതരാം. നമ്മളൊരു ക്യാൻഡിൽസ്റ്റിക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അവിടെ ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ ആക്റ്റീവ് എന്നാണ്. സോ ഓബ്വിയസ്ലി നമ്മൾ ഒരു ക്യാൻഡിൽ നോക്കുമ്പോൾ അവിടെ എത്രത്തോളം ബയേഴ്സിൻ്റെ പവർ ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സെല്ലേഴ്സിൻ്റെ പവർ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം നമുക്ക്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ആക്ച്വൽ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ഡേറ്റ നമുക്ക് ഗ്യാദർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മളുടെ ജോലി എന്താണെന്ന് നോക്കിയാൽ ഒരു ക്യാൻഡിൽസ്റ്റിക്സ് ഒരുപാട് ഇങ്ങനെ ഫോം ആകുന്നു. ഈ ക്യാൻഡിൽസ്റ്റിക്സിനെ അനലൈസ് ചെയ്തിട്ട് ഈ പോണ പോക്ക് ശരിയാണോ എന്ന് നമ്മൾ നോക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു
30 കുട്ടികൾ ഒരു ഓർഫനേജിൽ വളരുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ അവിടെ ചെന്നിട്ട് അനലൈസ് ചെയ്യണം കുട്ടികൾ. അപ്പോൾ പറയുകയാണ് ഈ കുട്ടികൾ ഇനി വളർന്ന് വലിയൊരു ഭാവി ഉണ്ടാകാൻ ചാൻസ് ഉള്ള കുട്ടികളാണോ, അല്ലെങ്കിൽ കുട്ടികൾ ഇനി ഇവിടെ തന്നെ നിൽക്കുന്ന കുട്ടികളാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം അവർ സ്വഭാവം വെച്ചിട്ടൊക്കെ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നല്ല പിള്ളേരാണോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റൂലേ. അതുപോലെ തന്നെയാണ് കാനലിസ്റ്റിക്സിൽ നമ്മൾ നല്ല കാനലിസ്റ്റിക്സ് ആണോ, അല്ലെങ്കിൽ ഈ കാനലിസ്റ്റിക്സ് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടോ, താഴോട്ട് പോകാൻ ചാൻസ് എന്നൊക്കെ നമുക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും വിക്കും ബോഡി എന്നുള്ള ഈ 4 ഫാക്ടേഴ്സ് നമ്മൾ നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കണം. അതിനുശേഷം നമ്മളൊരു കാനലിസ്റ്റിക്കിനെ കാണുമ്പോൾ നമുക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മൾ കാനലിസ്റ്റിക് സൈക്കോളജി എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഒന്നും കൂടി ഞാൻ പറയാം. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ചാർട്ട് ടൈമിനനുസരിച്ചിരിക്കും നമ്മുടെ റിസൾട്ട്. ഓക്കെ, സോ നിങ്ങൾ എത്രത്തോളം ചാർട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണോ അത്രത്തോളം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട്. കാനലിസ്റ്റിക് സൈക്കോളജി നിങ്ങൾക്ക് ഇന്നും നാളെയും കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നൊരു സ്ട്രാറ്റജി അല്ല. നിങ്ങൾക്ക് കുറച്ച് നാളെടുക്കും, കുറച്ച് ടൈം എടുക്കും. അത് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പാർട്ട്, ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അതുപോലെ അത് പ്രാക്ടീസും ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തന്നു. 15 സെക്കൻഡ് ടൈം ഫ്രെയിം നിങ്ങൾക്ക് കിട്ടത്തില്ല, ബട്ട് 1 മിനിറ്റ് വരെ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടും. 1 മിനിറ്റിൽ പ്രാക്ടീസ് ചെയ്യുക. അഥവാ 15 സെക്കൻഡ് വേണമെന്നുള്ളവർക്ക് മറ്റേ ട്രേഡിംഗ് വ്യൂവിൻ്റെ ട്രയൽ അക്കൗണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ എന്തായാലും നമുക്ക് കാനലിസ്റ്റിക്സിൻ്റെ സൈക്കോളജി റീഡ് ചെയ്യുന്ന ആ ഒരു ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ ഒരു ഏരിയ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റ അനുസരിച്ച് ഒരു ഓപ്പണിംഗ് പ്രൈസ് ഉണ്ട്, ഒരു ക്ലോസിംഗ് പ്രൈസ് ഇപ്പോൾ ഇവിടെയാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആയത് ഇവിടെയാണ്. താഴോട്ട് ഫസ്റ്റ് മുകളിലോട്ടൊന്ന് പോയി, അത് കഴിഞ്ഞ് താഴോട്ട് പോയി ഈ ഒരു ലെവലിൽ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണായി, ഇതായി ഇപ്പോൾ ഇവിടെ ക്ലോസ് ആയി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഓപ്പണായി, ഇവിടെ ഇപ്പോൾ താഴെ വരെ ഇവിടം വരെ വന്നെങ്കിൽ ഇവിടെ ഒന്ന് ക്ലോസ് ആയി. അപ്പോൾ ഇങ്ങനെ പോവുകയാണല്ലോ മാർക്കറ്റ്. നമുക്ക് എല്ലാവർക്കും കുറേ ഇങ്ങനെ ഓരോ ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും വെച്ച് മാർക്കറ്റ് പോവുകയാണ്. ഇതിനെങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു വിക്കും, എന്താണ് ഒരു ബോഡിയും എന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. ഒരു വിക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ സ്ട്രോങ്നെസ് അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു ഘടകമാണ്. ഫോർ എക്സാമ്പിൾ ഒരു വലിയ ബോഡിയും കുറഞ്ഞ വിക്കുകൾ മാത്രമുള്ളെങ്കിൽ, ഇപ്പോൾ ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ ആ ബുൾസ് നല്ല സ്ട്രോങ് ബുൾസ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. സൈമിൾട്ടേനിയസ്ലി ഒരു വലിയൊരു ബോഡിയും കുറച്ച് വിക്കുള്ള ഒരു ബെയറിഷ് ക്യാൻഡിലാണെങ്കിൽ അവിടെ നമ്മൾ ഒരു ബെയറിഷ് ക്യാൻഡിൽ സ്ട്രോങ് ആണെന്ന് പറയാൻ പറ്റും. ഇതുപോലെ നമുക്ക് പല രീതിയിൽ കാനലിസ്റ്റിക്സ് അനലൈസ് ചെയ്യാം. ഒന്ന്, ചെറിയൊരു ബോഡിയും വലിയൊരു വിക്കും വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ പറയാൻ പറ്റും ആ ഒരു കാനലിസ്റ്റിക് ഉണ്ടാക്കിയ ആൾ അയാൾക്ക് ശക്തിയില്ലെന്നാണ്. മനസ്സിലായില്ലേ? അതുപോലെ ഇവിടെ കാനലിസ്റ്റിക്കിനെ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് ഇത് നോക്കിയിട്ട് പറയാൻ പറ്റും, ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ നോക്കിയിട്ട് പറയാൻ പറ്റും ഇവിടെ ബോഡി ചെറുതാണ്, അതുപോലെ വിക്ക് വലുതാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു ക്യാൻഡിൽ ഓപ്പണായി, ഫോർ എക്സാമ്പിൾ ഇവിടെ ഓപ്പണായി, മറ്റേ ടൂൾ എടുക്കട്ടെ, ബ്രഷ് ടൂൾ. ഇവിടെ ഓപ്പണായ ഉടനെ താഴോട്ടൊന്ന് ഡംപായി, അത് കഴിഞ്ഞിട്ട് ഇത്രയും ഡംപായി, ഇപ്പോൾ ഇവിടെ മേലെ ഡംപായി. ഒരു ക്യാൻഡിലാണ്, ഇതൊരു ഫുൾ ക്യാൻഡിലാണെന്ന് കൂട്ടുക. പെട്ടെന്നൊരു സ്പെസിഫിക് ടൈമിൽ ബയേഴ്സ് തിരിച്ച് അവിടെ കയറി ഇത്രയും ഡംപായിട്ടുള്ള ഫുള്ള് ക്യാൻഡിലിനെ തിരിച്ച് പമ്പ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് റേഞ്ചിൽ അവരുടെ ഇഷ്ടത്തിന് കൊണ്ടുവന്ന് ക്ലോസ് ചെയ്തു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും ഡംപ് ചെയ്തു, സെല്ലേഴ്സ് ഇത്രയും ഡംപ് ചെയ്തെങ്കിലും വളരെ ശക്തിയോടെ അതിനെ തിരിച്ച് കൊണ്ടുവന്നിട്ട് ബുള്ളിഷായിട്ട് ബയേഴ്സിന് ക്ലോസ് ചെയ്യാൻ പറ്റി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡേറ്റ. കാൻഡിൽസ്റ്റിക്കിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രോ ചെയ്യേണ്ട ഡേറ്റ ഇതാണ്. നമ്മളൊരു സ്പെസിഫിക് കാൻഡിൽസ്റ്റിക്ക് കാണുമ്പോൾ അതിലുള്ള വിക്ക് ടു ബോഡി റേഷ്യോ നോക്കിയിട്ടാണ് നമ്മൾ കാൻഡിൽസ്റ്റിക്കിനെ അനലൈസ് ചെയ്യുന്നത്. മനസ്സിലായില്ലെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, സിംപിളി പറഞ്ഞുതരാം. വലിയ വിക്കും ചെറിയ ബോഡിയും ആണെങ്കിൽ ആ ഉണ്ടായിട്ടുള്ള കാൻഡിൽസ്റ്റിക്കിന് സ്ട്രെങ്ത് ഇല്ലെന്നാണ് അർത്ഥം. വലിയ ബോഡിയും ചെറിയ വിക്കും ആണെങ്കിൽ ആ ഉണ്ടായിട്ടുള്ള കാൻഡിൽസ്റ്റിക്കിന് സ്ട്രെങ്ത് ഉണ്ടെന്നാണ് അർത്ഥം. ഇതിപ്പോൾ നോക്കിയേ, ഒരു മോർ ദാൻ 50% അത്രയുള്ള ലെസർ ദാൻ 50% അത്രയുള്ള വിക്ക്, ഇതിനെക്കാട്ടിലും ചെറിയ വിക്ക്, പക്ഷേ ബോഡി വലിയ ബോഡി. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഈ ഒരു ബയേഴ്സ് സ്ട്രോങ് ബയേഴ്സാണ്, അതുകൊണ്ട് മാർക്കറ്റ് പമ്പ് ആകാനാണ് ചാൻസ് ഉണ്ട്. കണ്ടോ, ആ ഒരൊറ്റ ക്യാൻഡിൽ നല്ല രീതിക്ക് മുകളിലോട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ ഒരു ഏരിയ വന്നപ്പോഴത്തേക്കും ഞാൻ പറയുന്നു ബയേഴ്സും സെല്ലേഴ്സും ഇപ്പോൾ ഇൻഡെസിഷനിലാണ്. അതുകൊണ്ട് അടുത്ത ക്യാൻഡിൽ നടക്കുന്നത് നോക്കി നമുക്ക് അനലൈസ് ചെയ്യാം. അടുത്ത ക്യാൻഡിൽ ബെയറിഷ്, അത് കഴിഞ്ഞ് അടുത്ത ക്യാൻഡിലൊക്കെ ബെയറിഷ്. അത് കഴിഞ്ഞ് ഈ ഒരു ഏരിയയിൽ നല്ലൊരു വിക്ക് വന്ന ഏരിയയാണ്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഈ ഒരു ഏരിയയിലാണ് ബയേഴ്സ് നല്ല രീതിക്ക് ആക്ടിവേറ്റ് ആയ ഏരിയ. ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുത്തുണ്ടോ മാർക്കറ്റിൽ? കണ്ടോ, ആ ഒരു ഏരിയയിൽ കറക്റ്റ് വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തുണ്ടോ?
ഇനി ഈ ഒരു ഏരിയ നേരത്തെ മാർക്കറ്റ് ഒരു നല്ല രീതിക്ക് സെല്ലിങ് വോളിയം ഫേസ് ചെയ്ത ഏരിയയാണ്. ആ ഒരു ഏരിയയിൽ നല്ല സെല്ലേഴ്സ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇതാ അതുപോലെ കണ്ടോ, സെല്ലേഴ്സിൻ്റെ ആ ഒരു ആക്ടിവിറ്റി കാണുന്നുണ്ടോ. ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ മാർക്കറ്റ് എന്താണ്, മേലോട്ട് പോവുകയാണ്. നെക്സ്റ്റ് ക്യാൻഡിൽസ് ഞാൻ അനലൈസ് ചെയ്യുവാണ്. ഇതാ കണ്ടോ, ഇത്രയും പമ്പായ മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇൻഡിസിഷൻ ഫേസ് ചെയ്യുവാണ്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെയൊക്കെ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് പറഞ്ഞുതരാം. ബട്ട് സ്റ്റിൽ വലിയൊരു വിക്കും ചെറിയൊരു ബോഡി. അപ്പോൾ ഇവിടെ ഇത്ര നേരം ബൈ നടന്ന ബയേഴ്സിന് സ്ട്രെങ്ത് ഇല്ലെന്നാണ് അർത്ഥം. ഒബ്വിയസ്ലി പറയാൻ പറ്റും ഇവിടെ നിന്ന് പ്രൈസ് താഴോട്ട് പോകാനാണ് ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ലൈവ് മാർക്കറ്റ് ഇവിടെ വരെ എത്തി നിൽക്കുവാണ്. സോ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പ്രൈസിനെ അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ബോഡി ടു വിക്ക് റേഷ്യോ അറിഞ്ഞിരിക്കണം. എന്താണ് ബോഡി ടു വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബോഡിയാണോ വിക്കാണോ വലുതെന്ന് നോക്കണം. അത് ഏത് രീതിയിലാണ് വന്നേക്കുന്നത് നോക്കണം. മാർക്കറ്റ് സ്ട്രക്ചറും ക്യാൻഡിൽസ്റ്റിക്ക് നമ്മൾ ലിങ്ക് ചെയ്യുന്ന ഒരു പാർട്ടുണ്ട്, അതിൽ നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത്ര അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ക്യാൻഡിൽസ്റ്റിക് സൈക്കോളജി, ഒരു ക്ലോസിംഗ് പ്രൈസ്, ഓപ്പണിംഗ് പ്രൈസ്, അതുപോലെ ഈ ഒരു ബോഡി ടു വിക്ക് റേഷ്യോയുടെ ബേസിക്സ്, ഇത്ര നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് വഴിയേ വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ സൈക്കോളജി മാത്രമായിട്ടുള്ള വീഡിയോ ആണ്. ഈ ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ പാറ്റേൺസും ഇൻ്റർപ്രിട്ടേഷനും പിന്നെ നമ്മൾ ലൈവ് വർക്ക്ഷോപ്സൊക്കെ ഇനി വരുന്നുണ്ട്. ഓക്കെ.